നമസ്കാരം സുഹൃത്തുക്കളെ. ഈ കഴിഞ്ഞ ജനുവരി 25-ന് ഞങ്ങളുടെ 17ാമത് വിവാഹ വാർഷികമായിരുന്നു. കുറച്ച് നാളായി വീട്ടിലെ ഏതൊരു ആഘോഷത്തിനും കേക്ക് കട്ടിയാനുള്ള അവകാശം ഞങ്ങളുടെ ഗ്യാനൂട്ടനാണ് കൊണ്ടു നടക്കുന്നത് കേട്ടോ. രാത്രി ഭക്ഷണം പുറമേ നിന്ന് കഴിക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് കൂടപ്പുഴ ആറാട്ടുകടവിലുള്ള സണ്ണി സൈഡപ്പിലേക്കായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇപ്പോഴിത് വളരെ ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഈ പ്രദേശം വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. ഞങ്ങൾക്കുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നവരെയും മേലെയുള്ള ടൂൺ ടോപ്പിയയുടെ ലോഞ്ചിങ്ങിൽ വെയിറ്റ് ചെയ്തോളാൻ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മേലെ കയറി നോക്കിയത്. സത്യം പറയാമല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്യാനട്ടൻ ഫ്ലാറ്റായി. കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി ഗെയിം സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന ഒരു മണിക്കൂറിന് 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ കാലിൽ സോക്സ് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഗ്യാനട്ടന് ഒരു സോക്സ് വാങ്ങി നൽകിയിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ പോയി കളിച്ച് പരിചയമുണ്ടായിരുന്നിട്ടും ആദ്യമൊന്ന് അമാനിച്ച് നിന്നെങ്കിലും പിന്നീട് ആൾ ഉഷാറായിട്ടോ. അപ്പോഴേക്കും താഴെ നിന്ന് ഞങ്ങളുടെ സീറ്റ് റെഡിയായി എന്ന് പറഞ്ഞ് കോൾ വന്നിരുന്നു. ഗ്യാനൂട്ടനെ കൂട്ടാതെയാണ് ഞങ്ങൾ താഴേക്ക് പോയത്. ഞങ്ങളുടെ സീറ്റ് അവിടെ റിസർവ് ചെയ്ത് കിടന്നിരുന്നു. വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ എങ്കിലും ഇതിൻ്റെ അകത്തുള്ള ലൈറ്റിങ്ങും മറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം തന്നെ നല്ല രസമായിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ പെരുമാറുന്നത്. ക്രീം കളറിൽ ഗോൾഡൻ മിക്സ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് നൽകിയത്. പക്ഷേ ഈ പ്ലേറ്റ് കണ്ടപ്പോൾ ഒരു വൃത്തിയില്ലാത്ത പ്ലേറ്റ് പോലെയാണ് ആദ്യം ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ നമുക്ക് കണ്ടോ സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ചിക്കൻ ആംഗ്രി ഫ്രൈഡും ചിക്കൻ ഇടുക്കി ഗോൾഡും ആയിരുന്നു. രണ്ടിനും നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. ഞാനും വൈഫും ഓർഡർ ചെയ്തിരുന്നത് കേരള പൊറോട്ടയും അതോടൊപ്പം ഗ്രേവി ആയിട്ട് കഴിക്കാനായിട്ട് കാന്താരി പാൽ ചിക്കനുമായിരുന്നു. ഈ ഒരു ഐറ്റം ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കിയതെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഭക്ഷണം ഓർഡർ എടുത്തതിൽ ഇവർക്ക് പറ്റിയ ചില വീഴ്ചകളുണ്ടായിരുന്നു. ഗഗമോൻ ഓർഡർ ചെയ്തത് മലബാറി ചിക്കൻ ദം ബിരിയാണി ആയിരുന്നെങ്കിലും അതവിടെ കഴിഞ്ഞു പോയ കാര്യം ഇവർ നമ്മളെ അറിയിക്കാൻ വൈകിപ്പോയി. പകരം ഗഗമോന് ചിക്കൻ ഫ്രൈഡ് റൈസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെ കേരള പൊറോട്ട ഓർഡർ ചെയ്തത് 5 എണ്ണമായിരുന്നെങ്കിലും അവർ നമുക്ക് നൽകിയത് 3 എണ്ണമായിരുന്നു. മനുഷ്യസഹജമായ മിസ്റ്റേക്സ് ആയി കണ്ട് ഞങ്ങളെല്ലാം അതങ്ങ് ക്ഷമിച്ചു കേട്ടോ. മൊജിറ്റോസ് കൂടെ കഴിച്ച് വളരെ സംതൃപ്തിയോടെ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും ടൂൺ ടോപ്പിയയിൽ നിന്ന് കോൾ വന്നിരുന്നു. ഗ്യാൻമോൻ കയറിയിട്ട് 1 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടും ഗ്യാൻമോന് തിരിച്ചു വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് അവനെ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്. ഇവിടെ തന്നെയുള്ള ഒരു ഫ്രീസറിൽ കുറച്ച് ഐസ്ക്രീംസ് എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് അതെല്ലാം കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ടാണ് ഗ്യാൻമോനെ ഞങ്ങൾ കൂടെ കൂട്ടിയത്. വീണ്ടും താഴെ വന്ന് അവിടെയുള്ള കാഴ്ചകളെല്ലാം കുറച്ചു നേരം കണ്ട് ആസ്വദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ വണ്ടിയിലേക്ക് തിരികെ പോകുന്നത്. കളിച്ച് തീമ്പർത്ത് വന്ന ഗ്യാനൂട്ടനുള്ള ഭക്ഷണം ഞങ്ങൾ പാഴ്സലായി വാങ്ങുകയാണ് ചെയ്തത്. നമ്മുടെ നോർത്ത് ചാലക്കുടിയിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, സണ്ണി ജംഗ്ഷൻ എന്നുള്ള പേരിൽ. എന്തുകൊണ്ട് എനിക്കതിൻ്റെ പേര് അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് ഈ സ്ഥലത്ത് ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി. ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വരും ഭാവിയിൽ ഈ സ്ഥലത്തിന് ഒറ്റ വിളിപ്പേരേ ഉണ്ടാകുള്ളൂ. അത് സണ്ണി ജംഗ്ഷൻ എന്ന് തന്നെയായിരിക്കും.